ഡോക്ടറെ, എൻ്റെ അനിയൻ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വീണു, മുട്ടിന് പരിക്ക് പറ്റി. എന്നിട്ട് അവൻ സ്കാൻ ചെയ്തപ്പോൾ ACL ഇഞ്ചുറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ സർജറി എന്നാണ് ഒരു ഓപ്ഷൻ പറഞ്ഞത്. നമുക്കതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ACL ഇഞ്ചുറി പറയുന്ന പോലെ ACL ഇഞ്ചുറി വരാനുള്ള മെയിൻ കാരണങ്ങൾ ഇതുപോലെ സ്പോർട്സ് ഫീൽഡിലുള്ള സ്പോർട്സ് കളിക്കുന്നവർക്കും അതുപോലെ തന്നെ വരുന്നതാണ് വീട്ടമ്മമാർക്ക്. ഇപ്പം കൂടുതലും വരുന്നുണ്ട് വീട്ടമ്മമാർക്ക്. ACL ഇഞ്ചുറി എല്ലാ ഇഞ്ചുറിയിലും നമ്മൾ സർജറി ഓപ്റ്റ് ചെയ്യണം എന്നില്ല. കാരണം ഇതിന്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പ്രോട്ടോകോൾ വരുന്നത്. ലിഗമെന്റ് എന്ന് പറഞ്ഞ ഒരു വള്ളി പോലെയാണ്. അപ്പം ഈ ലിഗമെന്റ് ആണ് നമ്മളെ തുടയിലിനെയും നമ്മളെ കാലിന്റെ എല്ലിനെയും തമ്മിൽ ജോയിന്റ് ആക്കുന്ന മെയിൻ ഇത്. ACL-ഉം PCL-ഉം ഉണ്ട്. ACL ഇഞ്ചുറിയിൽ നമ്മൾ 3 ഗ്രേഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, പിന്നെ ഫുൾ തിക്നെസ് ടിയറും. ഗ്രേഡ് 3 പ്ലസ് ഫുൾ തിക്നെസ് ടിയർ. അപ്പം ഗ്രേഡ് 1-ൽ ചെറുതായിട്ട് ആ ലിഗമെന്റ് ഒന്ന് വലിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ സർജറിന്റെ ആവശ്യമൊന്നുമില്ല. അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആയുർവേദം, ഇന്റേണൽ മെഡിസിൻസ് കഴിക്കുക. അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് ആക്കുക. മസിൽ സ്ട്രെങ്ത് പല എക്സസൈസുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ എന്തായാലും റെസ്റ്റ് ആണ്. എല്ലാ സ്റ്റേജിലും നമുക്ക് വേണ്ടത്. ഗ്രേഡ് 2-ലും നമുക്ക് പോസിബിൾ ആണ്. ആയുർവേദത്തിന് നല്ല ഓപ്ഷൻസ് ഉണ്ട്, നല്ല ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്. പെട്ടെന്ന് തന്നെ വേദന കുറക്കാനുള്ളതും ഒക്കെ ഉപാധികളൊക്കെ ഉണ്ട്. അതുപോലെ ഗ്രേഡ് 3-ലും നമുക്ക് ആയുർവേദത്തിൽ പോസിബിലിറ്റി ഉണ്ട്. ഗ്രേഡ് 3-ൽ നമുക്ക് ഈ ടിയർ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടണം എന്നില്ല. അതാണ് ഗ്രേഡ് 3 വരുന്നത്. അത് പ്ലസ് ഫുൾ തിക്നെസ് ടിയർ എന്ന് പറയുന്ന ഗ്രേഡ് 4 ലെവലിലുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയവർക്കും നമ്മൾ ആയുർവേദം ചെയ്യുന്നവരുണ്ട്. കുറച്ചും കൂടെ മസിൽ സ്ട്രെങ്ത് ഉള്ളവർക്ക് നമുക്ക് ആയുർവേദം ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് ചിലവർ പറയും, അവരെ ലക്ഷണം പറയുന്നത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേബിലിറ്റി കിട്ടുന്നില്ല. മുട്ട് നടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു കല്ലിൽ ചവിട്ടുമ്പോഴേക്കും മുട്ട് മുന്നിലോട്ട് തെന്നുന്നു, ബാക്കിലോട്ട് ഇങ്ങനെ തെന്നിക്കൊണ്ടിരിക്കുന്നു. അതായത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെബിലിറ്റി പോയവർക്കും. അതുപോലെ തന്നെ ലോക്കിംഗ്, ഇങ്ങനെ ഉള്ളിങ്ങനെ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറയും. ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലക്ഷണവും പറയും. ഈ ഇഞ്ചുറി ഉള്ള പേഷ്യൻസിന് പ്രൊഫഷണലി കളിക്കുന്നവരാണ്, അവരെ ഫ്യൂച്ചർ പ്രൊഫഷണൽ പ്ലെയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർ സർജറിക്ക് ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഫുൾ തിക്നെസ് ടിയർ എപ്പോഴും സർജറി ആണ് നമുക്ക് നല്ലത്. അല്ലാത്ത പക്ഷം നമുക്ക് ആയുർവേദത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും.